കുഞ്ഞൂട്ടൻ തുടരുന്നു. അയാളുടെ മുഖം തെളിഞ്ഞു. നല്ലൊരു മരപ്പാവക്കുട്ടിയായ അവനെ അടുപ്പിൽ വെച്ച് ഇറച്ചി വേവിച്ചെടുക്കാമെന്നും അയാൾ ചിന്തിച്ചു. പച്ചപ്പാവയ്ക്കും ചെമ്പവയ്ക്കും ആ അപകടം മനസ്സിലായി. പാവം കുഞ്ഞൂട്ടനെ കത്തിക്കുന്നതോർത്തപ്പോൾ അവരുടെ മനസ്സ് നൊന്തു. എന്നാൽ തീമനുഷ്യനെ തടസ്സപ്പെടുത്താൻ അവർക്ക് ധൈര്യം വന്നില്ല. തീമനുഷ്യൻ കുഞ്ഞൂട്ടനെ കയ്യിലെടുത്തു അടുപ്പിനടുത്തേക്ക് നടന്നു. പച്ചപ്പാവയും ചെമ്പവയും സാഹസം അടക്കി നിന്നു. അവന് അപ്പോൾ മാത്രമാണ് തൻ്റെ ആയുസ് തീരാറായെന്ന് മനസ്സിലായത്. അവൻ്റെ ഉള്ളൊന്ന് കാളി. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കത്തിക്കല്ലേ, അവൻ വലിയ വായിൽ നിലവിളിച്ചു. കുഞ്ഞൂട്ടൻ്റെ കർണാർദ്രമായ കരച്ചിൽ തടിമാടൻ തീമനുഷ്യൻ്റെ മനസ്സലിയിച്ചു. അയാൾ ഒരു നിമിഷം നിന്നു. പിന്നെ ആഞ്ഞൊന്ന് തുമ്മി. ആച്ചി! ആ തുമ്മൽ കേട്ടപ്പോഴാണ് പച്ചപ്പാവയ്ക്കും ചെമ്പവയ്ക്കും ശ്വാസം നേരെ വീണത്. തീമനുഷ്യൻ തുമ്മിയാൽ അയാളുടെ ദേഷ്യം ശമിച്ചെന്നാണ് അർത്ഥമെന്നും അവർക്കറിയാം. ദയവായി എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവക്കുട്ടിയാണ്, അവൻ പിന്നെയും കരഞ്ഞു. തീമനുഷ്യൻ പലതവണ തുമ്മി. അതോടെ അയാൾക്ക് അവനോടുള്ള ദേഷ്യം തീർത്തും മാറി. അയാളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. കുഞ്ഞൂട്ടനെ ചേർത്ത് നിർത്തി അയാൾ ചോദിച്ചു, പോട്ടെ, നീ വിഷമിക്കണ്ടാട്ടോ. ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. നീ അത് മറന്നു കളഞ്ഞേക്കൂ. ആട്ടെ, നിനക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനേയുള്ളൂ എനിക്ക്. മഞ്ഞമുടിയൻ മുത്തച്ഛനെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. പാവമാണ് എൻ്റെ അച്ഛൻ. ദരിദ്രനായ അദ്ദേഹം കഷ്ടപ്പെട്ടാണ് എന്നെ പള്ളിക്കൂടത്തിൽ അയച്ചത്. എനിക്ക് പാഠപുസ്തകം വാങ്ങാനായി അദ്ദേഹം ആകെയുള്ള രോമക്കുപ്പായം വിറ്റു. എന്നാൽ ഞാൻ അച്ഛനോട് നന്ദികേട് കാണിച്ചു. ആ പുസ്തകം 2 നാണയത്തിന് വിറ്റു. ഞാൻ പാവക്കളിയുടെ ടിക്കറ്റ് എടുത്തു. അവൻ കാര്യങ്ങൾ ഒന്നൊഴിയാതെ വിവരിച്ചു. അത് കേട്ട് തീമനുഷ്യൻ വീണ്ടും വീണ്ടും തുമ്മി. നീ വിഷമിക്കണ്ട. നിന്നെ കാണാതെ ആ പാവ മനുഷ്യൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. വേഗം ചെന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കൂ. ഇറച്ചി വേവിക്കാൻ ഞാൻ മറ്റൊരു വഴി കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞ് അയാൾ പച്ചപ്പാവയെ കയ്യിലെടുത്തു. അടുപ്പിൽ വെക്കാൻ ഒരുങ്ങി. അവൻ പ്രാണഭയത്തോടെ കരയാൻ തുടങ്ങി. അത് കുഞ്ഞുകുട്ടനെ വേദനിപ്പിച്ചു. അവൻ തീമനുഷ്യൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് എൻ്റെ ചങ്ങാതിയെ കത്തിക്കല്ലേ. നിർബന്ധമാണെങ്കിൽ അവന് പകരം എന്നെ കത്തിച്ചു ഇറച്ചി വേവിച്ചോളൂ. ആ വാക്കുകൾ അയാളെ വീണ്ടും തുമ്മിച്ചു. കുഞ്ഞൂട്ടൻ്റെ നല്ല മനസ്സ് അയാളെയും സന്തോഷിപ്പിച്ചു. അയാൾ പച്ചപ്പാവയെ താഴെ വെച്ച് പറഞ്ഞു, ഇല്ല, ഞാൻ ഇവരെ കത്തിക്കില്ല. നിന്റെ വാക്കുകൾ എൻ്റെ മനസ്സ് മാറ്റി. പാതി വെന്ത ആട്ടിറച്ചി കഴിച്ച് ഞാൻ വിശപ്പടക്കിക്കൊള്ളാം.